നമസ്തേ എവരിവൺ. ഇന്ന് നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 2.3 സോൾവ് ചെയ്യാം. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു റിലേഷൻ. അത് എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ്. ഇഫ് എ ആൻഡ് ബി ആർ ഇൻടു നോൺ എംപ്റ്റി സെറ്റ്സ്, ദെൻ എനി റിലേഷൻ ഫ്രം എ ടു ബി ഇസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബിയുടെ ഏത് സബ്സെറ്റ് നമ്മൾ റിലേഷൻ എന്ന് പറയാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മളതിന്റെ റിലേഷന്റെ ഡൊമെയിനും റേഞ്ച്, കോഡൊമെയിൻ എല്ലാം ഡിഫൈൻ ചെയ്തു. ഇനി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലേ, ഒരു റിലേഷനിൽ നമ്മൾ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് ഫംഗ്ഷൻ എന്ന് പറയും. എ ക്വാളിഫൈഡ് റിലേഷൻ ഈസ് സെറ്റ് ടു ബി എ ഫംഗ്ഷൻ. നമുക്ക് രണ്ട് സെറ്റ് തന്നിട്ടുണ്ടാവും, എ ബി എന്ന് പറഞ്ഞ സെറ്റ് തന്നിട്ടുണ്ടാവും കേട്ടോ. എ റിലേഷൻ ഫ്രം എ ടു ബി സെറ്റ് ടു ബി എ ഫംഗ്ഷൻ if it satisfies the following conditions. First condition, every element of the set A, every element of A should have an image in B. First condition, A-ലുള്ള എല്ലാ എലിമെന്റ്സിനും ഇമേജ് വേണം. രണ്ടാമത്തെ, ഇമേജ് യൂണീക്ക് ആവണം. ഇമേജ് ഷുഡ് ബി യൂണീക്ക്. അപ്പൊ എയിലുള്ള എല്ലാത്തിനും ഇമേജ് വേണം, ആ ഇമേജ് യൂണീക്ക് ആവണം. അപ്പൊ നമ്മൾ ആ റിലേഷനെ പറയുന്ന പേരാണ് ഫംഗ്ഷൻ. അതായത് for every element in A, there should be a unique image in B. That is, all elements of A are assigned to a unique element in B. അങ്ങനെ വന്നാൽ നമ്മൾ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയാം. എയിലെ എല്ലാത്തിനും ഇമേജ് വേണം, ഒന്നിൽ കൂടുതൽ ഇമേജ് പാടില്ല. നമ്മൾ ഏരോ ഡയഗ്രം വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ എയിൽ കുറെ പോയിന്റ്സ് ഉണ്ട്, എല്ലാത്തിനും ഇമേജ് വേണം. ആരും ഇവിടെ ലെഫ്റ്റ് ഔട്ട് ആയിട്ട് നിൽക്കാൻ പാടില്ല. ഈ സൈഡിൽ എല്ലാവർക്കും ഇമേജ് വേണം. ഇവിടെ ഒന്നിൽ കൂടുതൽ ഇമേജ് പാടില്ല. അപ്പൊ ഒരു എലമെന്റിന് ഇത് ഇമേജ് ആണ്, ഇത് ഇമേജ് എന്ന് പറഞ്ഞാൽ അത് ഫംഗ്ഷൻ ആവില്ല, അത് റിലേഷൻ ആയിട്ട് തരുന്നതാണ് കേട്ടോ. ഒരു ക്വാളിഫൈഡ് റിലേഷൻ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുമാതിരി ഇങ്ങനെ വന്നിട്ട് കുഴപ്പമില്ല, ഇവിടുത്തെ രണ്ട് എലമെന്റ്സിന് ഒരു ഇമേജ് വരാം, അത് കുഴപ്പമില്ല. നമ്മൾ നോക്കുമ്പോൾ ഈ എലമെന്റിന് ഒരു ഇമേജ്, ഈ എലമെന്റിന് ഒരു ഇമേജ്, അങ്ങനെയാണ്. യുണീക്ക് ആവണം. ഫംഗ്ഷനിൽ ഇതേമാതിരി തന്നെ ഡൊമെയിനും റേഞ്ചും കോഡൊമെയിനും ഒക്കെ ഉണ്ട്. ഇവിടെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എ തന്നെ, കാരണം എല്ലാ എലിമെന്റ്സിനും ഇമേജ് ഉണ്ട്, അതുകൊണ്ട് ഡൊമെയിൻ എ തന്നെ വരിക. കോഡൊമെയിൻ ബി ആണ് വരിക. ഇനി ഏതൊക്കെയാണോ ഇമേജസ് ആയിട്ട് വരുന്നത് ആ സെറ്റിനെ പറയുന്ന പേരാണ് നമ്മൾ റേഞ്ച് ഓഫ് ഫംഗ്ഷൻ. എയുടെ നമുക്ക് റേഞ്ച് ഓഫ് എ, എഫ് ഓഫ് എ എന്ന് എഴുതാം. അപ്പൊ എയിൽ എല്ലാത്തിനും ഇമേജ് ഉണ്ടാവും, അത് ഡൊമെയിന്. ബിനെ കോഡൊമെയിൻ എന്ന് പറയും. ഏതൊക്കെയാണോ ഇമേജസ് ആയിട്ട് വരുന്നത് ആ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ റേഞ്ച് എന്ന് പറയും കേട്ടോ. സാധാരണ നമുക്ക് എയും ബി ഇനി 2 സെറ്റ്സ് ആണ്. ഇവിടെ നമ്മൾ എ ഫംഗ്ഷൻ ഫ്രം, ഫംഗ്ഷൻ വേറെ പേരാണ് മാപ്പിംഗ് ഓർ മാപ്പ് എന്നൊക്കെ പറയും. സോ എ ഫംഗ്ഷൻ ഫ്രം റിയൽ നമ്പേഴ്സ്, ഡൊമെയിനും കോഡൊമെയിനും, അല്ലെങ്കിൽ ഡൊമെയിനും റേഞ്ചും റിയൽ നമ്പേഴ്സ് അതിന്റെ സബ്സെറ്റ്സ് വരികയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് റിയൽ ഫംഗ്ഷൻ എന്ന് പറയും കേട്ടോ. റിയൽ ഫംഗ്ഷൻ, ഡൊമെയിനും അതിന്റെ റേഞ്ചും റിയൽ നമ്പേഴ്സോ അതിന്റെ സബ്സെറ്റ്സോ വന്നു കഴിഞ്ഞാൽ, ഡൊമെയിൻ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന്റെ റേഞ്ച് റിയൽ നമ്പേഴ്സ് വരാൻ വിചാരിക്കും. അപ്പോൾ ഓരോന്നിന്റെ വാല്യൂ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഇവിടെ ഓരോ എലിമെന്റ് വാല്യൂ റിയൽ നമ്പർ ആയിരിക്കും. അതിനെ പറയുന്ന പേരാണ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയും. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. രണ്ട് ചെറിയ വ്യത്യാസമുണ്ട്. റിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡൊമെയിനും റേഞ്ചും റിയൽ നമ്പേഴ്സോ അതിന്റെ സബ്സെറ്റ് ആവണം. ഇവിടെ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റേഞ്ച് മാത്രമേ മതി, ഓരോന്നിന്റെ വാല്യൂ റിയൽ നമ്പേഴ്സ്. അതാണ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെയാണ്. അപ്പൊ നമ്മളെ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഡൊമെയിൻ, കോഡൊമെയിൻ, റേഞ്ച് എല്ലാം എഴുതാറിയണം. മാത്രമല്ല നമുക്ക് ചിലപ്പോൾ റിലേഷൻ തന്നിട്ട് ഫംഗ്ഷൻ എന്ന് നോക്കാൻ പറയും. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കേണ്ടത്. ഒന്നാമത്, ഫസ്റ്റ് എ എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ എയിലെ എല്ലാത്തിനും ഇമേജ് ഉണ്ടോ നോക്കണം, ആ ഇമേജ് യൂണീക്ക് അല്ലേ നോക്കണം. നമുക്ക് ചിലപ്പോൾ റിലേഷൻ ഇങ്ങനെ നമുക്ക് ഓർഡർ പേരായിട്ട് തരും, അത് ഫംഗ്ഷൻ നോക്കണമെങ്കിൽ നമ്മൾ ഈ രണ്ട് കണ്ടീഷൻ നോക്കണം. നമുക്ക് എക്സസൈസ് നമുക്ക് ചെയ്യാൻ നോക്കാം. 2.3. Which of the following relations are function? Give reason. If it is function, determines domain and range. ഇവിടെ നമുക്ക് ഇങ്ങനെ ഓർഡർ പേരായിട്ട് തന്നെയാണിത്. സെറ്റ് എയും ബിയും തന്നല്ലേ. അപ്പൊ സെറ്റ് തരാത്ത കാരണം, എ തരാത്ത കാരണം നമുക്ക് എയിലുള്ള ഓരോന്നിനും ഇമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഇവിടെ പറ്റില്ല. അതുകൊണ്ട് രണ്ടാമത്തെ കണ്ടീഷൻ നോക്കിയാൽ മതി. അപ്പൊ നമ്മളെല്ലാം അസ്യൂം ചെയ്യാണ്, ഈ തന്നെയാണ് ഇതെല്ലാം ഡൊമെയിലുള്ളതാണെന്ന് അസ്യൂം ചെയ്തിട്ട് നമുക്ക് ഡൊമെയിൻ ധൈര്യമായിട്ട് എഴുതാം. ഇനി അത് ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രം എഴുതിയാൽ മതി. ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക്
ഒരു എലമെന്റിന് 2 ഇമേജ് പാടില്ല, ഒന്നിൽ കൂടുതൽ ഇമേജ് പാടില്ല. അപ്പൊ നോക്കാം. 2 1 കുഴപ്പമില്ല, 5 1, 8 1, 11 1, 14 1, 17 1. ഓരോന്നിന്റെ ഇമേജ് 2ന് ഒന്നിൽ കൂടുതൽ പാടില്ല, 5ന് ഒന്നിൽ കൂടുതൽ പാടില്ല, 8ന് പാടില്ല, 11 എല്ലാം സെപ്പറേറ്റ് ആണ്. അതുകൊണ്ട് സോ ദിസ് നമുക്ക് എഴുതാം ദി റിലേഷൻ ഈസ് എ ഫംഗ്ഷൻ. അപ്പൊ ആൻസർ എഴുതുമ്പോ എന്തെഴുതാ? ദി റിലേഷൻ ഈസ് എ ഫംഗ്ഷൻ. ദി റിലേഷൻ ഈസ് എ ഫംഗ്ഷൻ. കാരണം എന്താ? സിൻസ് every element has a unique image. ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ഡൊമൈനും റേഞ്ചും പറയാറുണ്ട്. അപ്പൊ നമുക്ക് ഡൊമൈൻ എഴുതാം. ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഫസ്റ്റ് എലിമെന്റ് കേട്ടോ. 2 5 8 11 14 17. അപ്പൊ ഫസ്റ്റ് എലിമെന്റ് ആണ് ഡൊമൈൻ. 2 5 8 11 14 17. ഇതാണ് ഡൊമൈൻ വരുന്നത്. റേഞ്ച് എന്ന് പറയുന്ന സെക്കൻഡ് എലിമെന്റ്. റേഞ്ച് നമുക്ക് റിപ്പീറ്റേഷൻ വരാം, അതുകൊണ്ട് കുഴപ്പമില്ല. റേഞ്ചിൽ നമുക്ക് ഒരു തവണ മാത്രമേ എഴുതിയാൽ മതി മാത്രമേ കേട്ടോ. 1 മാത്രമേ ഉള്ളൂ. 2ന്റെ ഇമേജ് 1, 5ന്റെ ഇമേജ് 1, 8ന്റെ ഇമേജ് 1, 11ന്റെ ഇമേജ് 1, എല്ലാത്തിൻ്റെ ഇമേജ് 1 ആണ്. റേഞ്ച് 1 ആയിട്ട് വരും കേട്ടോ. അപ്പൊ ഇതൊരു ഫംഗ്ഷൻ ആണ്. അതിന്റെ ഡൊമൈൻ നമുക്കപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ വെരിഫൈ ചെയ്യാൻ നിവൃത്തിയില്ല. പക്ഷെ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കണം. ഈ ഏതെങ്കിലും എലിമെന്റ് ഫസ്റ്റ് എലിമെന്റ് ആയിട്ട് റിപ്പീറ്റേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഫംഗ്ഷൻ ആവില്ല. അത് ഇവിടെ അങ്ങനെ കുഴപ്പമില്ല. അടുത്തത് 2 1 4 2. നെക്സ്റ്റ് കേട്ടോ. 2 1 4 2 6 3 8 4 10 5 12 6. 2 ഒരു തവണ വരുള്ളൂ, 4 6 8 എല്ലാം സെപ്പറേറ്റ് വരണം, റിപ്പീറ്റേഷൻ ഇല്ല കേട്ടോ. ഇവിടെ നമുക്ക് പറയാം ദി റിലേഷൻ ഈസ് എ ഫംഗ്ഷൻ. ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ദി റിലേഷൻ ഈസ് എ ഫംഗ്ഷൻ സിൻസ് എവരി എലിമെന്റ് ഹാസ് എ യൂണിക് ഇമേജ്. അപ്പൊ അതും ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ഡൊമൈൻ റേഞ്ച് എഴുതണം. അപ്പൊ ആ കേസിൽ നമുക്ക് രണ്ടാമത്തെ തന്നെ ഡൊമൈൻ എന്താ വരാൻ നോക്കാം. ഡൊമൈൻ എന്ന് പറയുന്ന ഫസ്റ്റ് എലിമെന്റ് എടുത്ത് എഴുതുന്നതാണ്. ഫസ്റ്റ് എലിമെന്റ് ഒക്കെ വരുന്നത് 2 4 6 8 10 12 14 എല്ലാം എഴുതണം കേട്ടോ. 2 4 6 8 10 12 14 ഇതാണ് ഇത് കേട്ടോ. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് എലിമെന്റ് 1 2 3 4 5 6 7 1 2 3 4 5 6 7 ഇതാണ് റേഞ്ച് വരുന്നത് കേട്ടോ. രണ്ടാമത്തേല് അതും ഫംഗ്ഷൻ ആണ്. ദി റിലേഷൻ ഈസ് എ ഫംഗ്ഷൻ സിൻസ് എവരി എലിമെന്റ് ഹാസ് എ യൂണിക് ഇമേജ്. അങ്ങനെ എഴുതുക. അതിന് ശേഷം ഡൊമൈനോ റേഞ്ച് എഴുതുക കേട്ടോ. ഇനി മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ വെരിഫൈ ചെയ്യാൻ നിവൃത്തിയില്ല. 1 3 1 5 2 5 1 3 1 5 1ന് 2 ഇമേജ് വന്നാണോ? അപ്പൊ തന്നെ നമുക്ക് പറയാം അത് ഫംഗ്ഷനിലാന്ന് പറയാം കേട്ടോ. തേർഡ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ദിസ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ഒരു റിലേഷൻ മാത്രമേ ഉള്ളൂ. കാരണം എന്താ? സിൻസ് 1 ഹാസ് 2 images, നെയ്മിലി VIZ എന്ന് പറഞ്ഞ നെയ്മിലി 3 and 5. 1ന് 2 ഇമേജ് ഉണ്ട്, 3 ഉണ്ട് 5 ഉണ്ട്. കാരണം 1 3 എന്ന് പറഞ്ഞാൽ 1ന്റെ ഇമേജ് 3 എന്നർത്ഥം, 1 5 എന്ന് പറഞ്ഞാൽ 1ന്റെ ഇമേജ് 5 എന്നർത്ഥം. 1ന് 2 ഇമേജ് ഉള്ള കാരണം അതൊരു ഫംഗ്ഷൻ അല്ല. അപ്പൊ റിലേഷൻ മാത്രമാണ്, അത് ഫംഗ്ഷൻ അല്ല കേട്ടോ. ഇതാണ് ആദ്യത്തെ കണക്ക്. അടുത്തത് ഫൈൻഡ് ദി ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദി ഫോളോയിങ് റിയൽ ഫംഗ്ഷൻസ്. റിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റോ റിയൽ നമ്പേഴ്സോ ഡൊമൈനും റേഞ്ചും വരുന്ന ഫംഗ്ഷനെ നമ്മൾ റിയൽ ഫംഗ്ഷൻ എന്ന് പറയാം കേട്ടോ. ആദ്യത്തെ ദി ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദി ഫോളോയിങ് റിയൽ ഫംഗ്ഷൻസിൽ ഒന്നാമത്തത് എഫ് ഓഫ് എക്സിൽ മോഡുലസ് മൈനസ് മോഡുലസ് എക്സ്. നമുക്ക് മോഡുലസ് എക്സ് അറിയാം. മോഡുലസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗ്രാഫ് ഏകദേശം ഇതേമാതിരി ഇരിക്കുക. വൈ കോർഡിനേറ്റ് എക്സ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമുക്ക് വൈ പോസിറ്റീവ് ആണ് എപ്പോഴും. ഇതിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ അത് എപ്പോഴും പോസിറ്റീവ് ആണ്, നെഗറ്റീവ് വരികയില്ല. ഇതാണ് മോഡുലസ് എക്സിന്റെ ഗ്രാഫ് വരുന്നത് കേട്ടോ. അപ്പോൾ മോഡുലസ് എക്സ് എപ്പോഴും നമുക്ക് അതിന്റെ ഗ്രാഫ് ഇങ്ങനെ പോവാന്ന് നിർത്താം കേട്ടോ. ഒരു വി ഷേപ്പിലെ പോവുക. അപ്പോൾ മോഡുലസ് എക്സ് എപ്പോഴും പോസിറ്റീവ്. അപ്പൊ നമ്മൾ അതിന്റെ ആൻസർ എഴുതുമ്പോൾ എന്ത് എഴുതണം? വി നോ ദാറ്റ് modulus x is defined for
is defined for all real numbers. എല്ലാ റിയൽ നമ്പേഴ്സിനും ഉണ്ട്. 0, 1, 2, 3, -1, -2, ഫ്രാക്ഷൻ എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ therefore മൈനസ് മോളസ് എക്സ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ഫോർ ഓൾ റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഡൊമൈൻ നമുക്കറിയാം, ഡൊമൈൻ എപ്പോഴും ആറായിരിക്കും കേട്ടോ. ഡൊമൈൻ ആറാണ്. മോളസ് എക്സിന്റെയും മൈനസ് മോളസ് എക്സിന്റെയും ഡൊമൈൻ ആറാണ്. ഇനി അതിന്റെ റേഞ്ച്, അപ്പോൾ നമുക്കത് പറയാം. ഡൊമൈൻ പറഞ്ഞു. റേഞ്ച് പറയുമ്പോഴേ എപ്പോഴും മോളസ് എക്സ് എപ്പോഴും പോസിറ്റീവ്, ഗ്രേറ്റർ ഓർ ഈക്വൽ 0, 0 വരാം. സോ മോളസ് എക്സ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ഓർ ഈക്വൽ 0. മോളസിന്റെ പ്രത്യേകത അതാണ് അല്ലേ, ആ രീതി കൂടെ കടന്നു വന്നാലും പോസിറ്റീവ് ആവും. അപ്പൊ മോളസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പോസിറ്റീവ് ആണ്, ഗ്രേറ്റർ ഓർ 0 ആണ്. therefore -1 മൾട്ടിപ്ലൈ ചെയ്താൽ എന്തുണ്ടാവും, അത് എപ്പോഴും ലെസ് ഓർ 0 ആവും. കാരണം ഒരു പോസിറ്റീവ് നമ്പറിനെ -1 മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ആവും, നെഗറ്റീവ് ആവും. അതുകൊണ്ട് ഇതിന്റെ റേഞ്ച് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, മൈനസ് മോളസ് എക്സിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് എക്സ് ലെസ് ഓർ ഈക്വൽ 0 ഇങ്ങനെ വരിക കേട്ടോ. നമ്മളത് ഇന്റർവെൽ ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാന്ന് വെച്ചാൽ -∞ മുതൽ 0 പെടും, -∞ to 0 ഇങ്ങനെ എഴുതാം അതിന്റെ റേഞ്ച്. അപ്പോൾ സെറ്റ് എങ്ങനെ എഴുതിയാലും മതി, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ എക്സ് ലെസ് ഓർ ഈക്വൽ 0, 0 പെടും, രണ്ടിലും പെടുത്താം. ഓർ നമുക്ക് ഇന്റർവെൽ ആയിട്ട് എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം, -∞ to 0 ഇങ്ങനെ എഴുതാം കേട്ടോ. ഇതാണ് ആദ്യത്തെ ആൻസർ. ഈ രണ്ടാമത്തത് എഫ് ഓഫ് എക്സിൽ √9 - x². റൂട്ട് വരുമ്പോൾ ശ്രദ്ധിക്കാണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ തൽക്കാലം കോംപ്ലക്സ് നമ്പർ നമുക്കറിയില്ല, റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ആണെന്ന് നമുക്കറിയില്ല, റിയൽ നമ്പർ ആവില്ല, ഇമാജിൻ നമ്പർ എന്ന് പറയാം. അപ്പൊ √9 - x². അപ്പോൾ എപ്പോഴും 9 - x² പോസിറ്റീവ് ആയാൽ മാത്രമേ നമുക്ക് 0 വരാം. 0 പോസിറ്റീവ് ആയാൽ മാത്രമേ ഇത് ഡിഫൈൻഡ് ആവുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ എഴുതാം 9 - x² is defined the function is defined അങ്ങനെ എഴുതാൻ നല്ലത്. the function is defined when 9 - x² is positive, that is 0 എന്നാലും കുഴപ്പമില്ല, ഗ്രേറ്റർ ദാൻ 0. 9 - x² ഇപ്പോഴും 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആവണമെന്ന് അർത്ഥം കേട്ടോ. കാരണം എന്നാലാണ് റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ആണെന്ന് നമുക്ക് അറിയില്ല, റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ല. 9 - x², that is 9 greater equal to x² എന്ന് പറഞ്ഞാൽ x² ലെസ് ദാൻ 9. x² ലെസ് ദാൻ 9 എന്ന് പറയാൻ എന്താ അർത്ഥം, x -3ക്കും +3 ഇടയ്ക്ക് കിടക്കും. therefore x belongs to -3, 3. കാരണം x² 9 താഴെ വരണമെങ്കിൽ 9 ആവാം. അപ്പൊ x -3 ആയാലും കുഴപ്പമില്ല, 3 ആയാലും കുഴപ്പമില്ല, അതിന്റെ ഇടയിലത്തെ എല്ലാ വാല്യൂ ആവും. therefore ഡൊമൈൻ നമുക്ക് കിട്ടി കേട്ടോ. ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3, 3 ആണ് വരിക, -3, 3 ഇതാണ് ഡൊമൈൻ വരിക കേട്ടോ. റേഞ്ച് എന്തായിരിക്കും, റേഞ്ച് നമുക്ക് നോക്കാം. അപ്പൊ ഡൊമൈൻ ഈ -3ക്കും 3ക്കും ഇടയ്ക്ക് എടുക്കുക. അപ്പൊ അതിനനുസരിച്ചാണ് അതിന്റെ ഇമേജ് വരിക. when x belongs to -3, 3 നമുക്ക് അപ്പൊ എന്ത് കിട്ടും, 9 - x² എന്ത് കിട്ടും, 9 - x² എവിടെ എടുക്കുക, x 3 ആകുമ്പോൾ 9 കിട്ടും, -3 ആകുമ്പോൾ 9 കിട്ടും. അതിന്റെ ഇടയിൽ എടുക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ വരിക 0 വരുന്ന 0 വരും. അപ്പോൾ 0 to 9 ഇടയ്ക്ക് എടുക്കും. 9 - x² lies in the interval 0 to 9. therefore √9 - x² lies in the interval 0 തന്നെ 9 3 ഇങ്ങനെ വരിക കേട്ടോ. അപ്പൊ റേഞ്ച് is equal to 0 to 3 ആണ് വരിക. റേഞ്ച് is equal to 0 to 3. ഈ കണക്കൊന്ന് ശ്രദ്ധിക്കാണ്ട് റൂട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാം റൂട്ടിന് നെഗറ്റീവ് വരാൻ പാടില്ല, നെഗറ്റീവ് വന്നാൽ അത് ഇമാജിനറി നമ്പർ ആണ്. അപ്പോൾ അത് പോസിറ്റീവ് ആവാൻ പാകത്തിന് നമ്മൾ അതിന്റെ ഡൊമൈൻ കണ്ടുപിടിച്ചു. ഇനി ആ ഡൊമൈൻ വെച്ചിട്ടാണ് ഇമേജ് വരിക. അപ്പൊ റേഞ്ച് നമുക്ക് അങ്ങനെ കിട്ടി. അപ്പൊ രണ്ടാമത്തെ കണക്ക് അങ്ങനെയാണ്, ഡൊമൈൻ റേഞ്ചും ശ്രദ്ധിക്കുന്നത്. മൂന്നാമത്തത് എന്താ വെച്ചാൽ എ ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x - 5. റൈറ്റ് ഡൗൺ ദി വാല്യൂസ് ഓഫ്, ഇവിടെ തന്നെ എഴുതി കാണിക്കാം കേട്ടോ, ചെറിയ കണക്കല്ലേ. ഇവിടെ ഇതാണ് എ ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സിൽ 2x - 5. അപ്പൊ നമുക്ക് തന്നത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x - 5.
2x minus 5 f of 0 കണ്ടുപിടിക്കണം. f of 0 എന്ന് പറഞ്ഞാൽ സീറോന്റെ ഇമേജ്, എക്സിന് വരെ 0 കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. f of 0 എന്തായിരിക്കും? f of 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് 2 into 0 minus 5. 2 into 0 എന്ന് പറഞ്ഞാൽ 0, അപ്പോൾ -5 എന്ന് കിട്ടും. then f of 0. ഇനി f of 7 കണ്ടുപിടിക്കണം. f of 7 എന്ന് പറഞ്ഞാൽ എന്താ വരിക? what is f of 7? f of 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 into 7 minus 5 എന്ന് പറഞ്ഞാൽ 14 minus 5 is equal to 9 എന്ന് കിട്ടും കേട്ടോ. then f of 7. ഇനി f of -3 കണ്ടുപിടിക്കണം. ഇത് ഒന്നാമത്തെ f of 0, രണ്ടാമത്തെ f of 7, മൂന്നാമത്തെ f of -3. f of -3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 into -3 minus 5 minus 6 minus 5 minus 11 വരെ കേട്ടോ. അപ്പൊ നമുക്ക് അത്രേ ഉള്ളൂ. f of x തന്നു കഴിഞ്ഞാൽ നമുക്ക് f of 0 എന്ന് പറഞ്ഞാൽ 0ന്റെ ഇമേജ് കാണി എക്സിന് 0 കൊടുക്കുക. f of 7 എന്ന് പറഞ്ഞാൽ 7 എക്സിന് 7 കൊടുക്കാം. f of -3 എന്ന് പറഞ്ഞാൽ എക്സിന് -3 കൊടുക്കാം. അതിന്റെ വാല്യൂസ് കിട്ടി കേട്ടോ. ഇതൊക്കെ അതിന്റെ ഇമേജസ് എന്ന് പറയാം നമ്മൾ അതിനെ. അത്രേ ഉള്ളൂ. ഈ ഒരു ടെമ്പറേച്ചർ അടുത്ത കണക്ക് നോക്കാം. ഇവിടെ നമുക്ക് the function T which maps temperature in degrees Celsius into temperature in degree Fahrenheit is defined by T of C is equal to 9C by 5 plus 32. ഇത് ഒരു ഫിസിക്സിലെ ഫോർമുലയാണ് തന്നിട്ടുണ്ട്. നമുക്കത് കുഴപ്പമില്ല. നമുക്ക് ഓരോന്ന് T of 0 കാണണം, T of 28 കാണണം, T of -10 കാണണം, പിന്നെ the value of C when T of C is equal to 212 212 കേട്ടോ. നോക്കാം. നമുക്കിവിടെ given that, നാലാമത്തെ പ്രോബ്ലം, given that T of C temperature in degree Celsius തന്നിട്ടുണ്ട് 9C by 5 plus 32. അങ്ങനെ ഫോർമുല തന്നിട്ടുണ്ട് അവർ കേട്ടോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ T of 0 വേണം. ഒന്നാമത്തത് T of 0. T of 0 എന്ന് പറഞ്ഞാൽ 9 into 0 by 5 plus 32. 9 into 0 എന്ന് പറഞ്ഞാൽ 0. 0 by 5 0 തന്നെ, 32 is equal to 32 എന്ന് കിട്ടി കേട്ടോ. രണ്ടാമത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് T of 28, T of -10. T of 28 നോക്കാം. T of 28 is equal to 9 into 28 by 5 plus 32. 9 into 28 ആദ്യം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ 5 LC എടുത്തിട്ട് വേണമെങ്കിൽ കണ്ടുപിടിക്കാം, കുഴപ്പമില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഏകദേശം ഇതിങ്ങനെ എടുക്കാന്ന് വെച്ചാൽ 32 into 5 412 by 5 എന്ന് കിട്ടും. 412 കറക്റ്റ് പോയില്ല. 82.4 ഫ്രാക്ഷനാണ് വരണേ കേട്ടോ. അപ്പോൾ T of 28 9 into 28 by 5 plus 32. അപ്പോൾ 412 by 5 82.4 എന്ന് കിട്ടും. T of -10 അടുത്തത്. T of -10 9 into -10 by 5 plus 32 is equal to 9 into -10 എന്ന് പറഞ്ഞാൽ -90 by 5 plus 32 is equal to നമുക്ക് 32 ഇത് മൈനസ് ആണ് വരുന്നത്, അപ്പോൾ 14 കിട്ടും. അപ്പൊ ഇത് നമ്മൾ ഓരോന്ന് ആ വാല്യൂ സിക്ക് ഓരോ വാല്യൂ കൊടുത്തിട്ട് കണ്ടുപിടിക്കണം. ആ T of 0 ചോദിച്ചപ്പോൾ സിക്ക് 0 കൊടുത്തു, T of 20 എടുത്തപ്പോൾ സിക്ക് 28 കൊടുത്തു, T of -10 എന്ന് പറയുമ്പോൾ ഇത് മൈനസ് ഇത് കൊടുത്തു. നമുക്ക് 14 കിട്ടി കേട്ടോ. അടുത്തത് കുറച്ച് വ്യത്യാസമുണ്ട്. അടുത്തത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് നമുക്ക്, അതായത് the value of C, we have to find the value of C when T of C is equal to 212. Given that, അതിൽ നാലാമത്തത് കേട്ടോ, given that T of C is equal to 212 തന്നിട്ടുണ്ട്, then we have to find the value of C, then C is equal to what, then നമുക്ക് കണ്ടുപിടിക്കുന്നത് കേട്ടോ. T of C യുടെ ഫോർമുല നമുക്കറിയാം,
P of C യുടെ ഫോർമുല നമുക്കറിയാം 9C/5 + 32 = 212. നമുക്ക് ഓരോന്നും അങ്ങോട്ട് എടുക്കാം. Therefore 9C/5 = 212 - 32. ഈ 32 അങ്ങോട്ട് എടുക്കാം കേട്ടോ. 32 അങ്ങോട്ട് എടുക്കാം. അപ്പൊ 180 കിട്ടും. 9C = 180 × 5. × 5 ഇപ്പൊ കാണണ്ട, കാരണം 9 നമുക്ക് വെട്ടിക്കളയാവുന്നതാണ്. അപ്പൊ C = 180 × 5/9 ഇത് പോവും. 20 × 5 100. 100 ആൻസർ വരണേ കേട്ടോ. സോ when P of C = 212, the value of C = 100. ഇവിടെ നമുക്ക് T 100 കൊടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്താൽ 212 കിട്ടും കേട്ടോ. അപ്പൊ ഇതാണ് ഈ പ്രോബ്ലം. ഈ എക്സസൈസിൽ 5 കണക്കുകളുള്ളത് കേട്ടോ. 5ാമത്തെ നമുക്ക് നോക്കാം. ഫൈൻഡ് ദി റേഞ്ച് മാത്രം കണ്ടുപിടിച്ചാൽ മതി ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻസ്. ഒന്നാമത്തെ f of x = 2 - 3x. x belongs to R, x is greater than 0. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ എഴുതുമ്പോൾ for all x greater than 0, 2 - 3x എന്തായിരിക്കും? x പോസിറ്റീവ് ആണെച്ചാലേ എപ്പോഴും x 0 ആകുമ്പോൾ തന്നെ നമുക്ക് 2 കിട്ടുക. x 1 ആകുമ്പോൾ നമുക്ക് -1 കിട്ടും. x 2 ആകുമ്പോൾ നമുക്ക് -4 കിട്ടും. അങ്ങനെ അപ്പൊ x എപ്പോഴും പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എപ്പോഴും 2 - 3x എപ്പോഴും <2 ആയിരിക്കും. കാരണം എന്താ? x 0 ആകുമ്പോൾ തന്നെ 2 വരിക. x 0 അല്ല, 0 വലുതാണ് ഇവിടെ കേട്ടോ. ബാക്കി എക്സിന് ഏത് പോസിറ്റീവ് കൊടുത്താലും ഇത് <2 ആണ് കിട്ടുക. <2 എന്ന് പറഞ്ഞാൽ റേഞ്ച് നമുക്ക് എളുപ്പം എങ്ങനെ എഴുതുക? റേഞ്ച് = set of all x such that x belongs to R and x is less than 2. x is less than 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ -∞ to 2 വരാം. രണ്ടും പെടില്ല കേട്ടോ, ഓപ്പൺ ഇന്റർവെൽ ആണ്. -∞ to 2 എന്ന് എഴുതാം. ഒന്ന് ശ്രദ്ധിക്കണം, 2 - 3x x എപ്പോഴും പോസിറ്റീവ് ആണ്, ഗ്രേറ്റർ 0. അപ്പൊ എപ്പോഴും 2 - 3x 2 കുറവായിരിക്കും. എപ്പോഴെങ്കിലും x 0 ആകുമ്പോൾ തന്നെ 2 വരിക f of x. പക്ഷെ x 0 കൂടുതലാണ്. അപ്പൊ എപ്പോഴും ഇത് 2 കുറവായിരിക്കും കേട്ടോ. അപ്പൊ അതിന്റെ റേഞ്ച് എപ്പോഴും 2 കുറവ് വരിക. x <2 വരിക. അതായത് നമ്മൾ ഇന്റർവെൽ ആയിട്ട് പറയാൻ വെച്ചാൽ -∞ to 2 എന്നാ പറഞ്ഞത്. ഇങ്ങനെ വരിക. അടുത്തത് x is a real number എന്ന് പറഞ്ഞുള്ളൂ. f of x = x² + 2. സോറി, f of x = x² + 2. x is a real number. നമുക്കറിയാം എപ്പോഴും x² പോസിറ്റീവ് ആയിരിക്കും. എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും x² എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും സ്ക്വയർ ചെയ്യുമ്പോൾ. അപ്പൊ ഇപ്പോഴും we know that x² is always greater than 0. അപ്പൊ എപ്പോഴും x² + 2 എന്തായിരിക്കും? അപ്പൊ എപ്പോഴും അത് 2 x 0 ആകുമ്പോൾ 2 ആവും, അല്ലെങ്കിൽ എപ്പോഴും 2 വലുതായിരിക്കും. ഓൾവേസ് ഗ്രേറ്റർ ദാൻ 2. therefore റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ആയിട്ട് എഴുതാൻ set of all x such that x belongs to R and x greater than or equal to 2. നമ്മൾ ഇന്റർവെൽ ആയിട്ട് പറയാൻ 2 അടക്കം പറഞ്ഞാലും ഇവിടെ ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആകണം. ഇൻഫിനിറ്റി എപ്പോഴും ഓപ്പൺ, 2 to ∞ എന്ന് എഴുതാം കേട്ടോ. ഇതാണ് അതിന്റെ റേഞ്ച് വരിക. അടുത്തത് f of x = മോഡുലസ് x. സോറി, x is a real number. നമ്മൾ അങ്ങനത്തെ ഫംഗ്ഷൻ പറയുന്ന പേര് ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x 1 ആകുമ്പോൾ f of x ഓരോന്നിന്റെയും ഇമേജ് അത് തന്നെ വരും. f of x = x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ന്റെ ഇമേജ് 1, 2ന്റെ ഇമേജ് 2, 3യുടെ ഇമേജ് 3, അങ്ങനെ പോണ ഇതാണ് കേട്ടോ. അപ്പൊ ഏകദേശം നമുക്ക് ഗ്രാഫ് ഇങ്ങനെ വരിക, കറക്റ്റ് ഇത് കൂടെ കടന്നു പോണ ലൈന് വരിക. കാരണം x 1 ആകുമ്പോൾ y1, x 2 ആകുമ്പോൾ y2, x 3 ആകുമ്പോൾ y3, അങ്ങനെ തന്നെ പോകാം കേട്ടോ. ഇവിടെ നമുക്ക് അതായത് സംശയമില്ല, അതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ R വരിക കേട്ടോ. therefore range = set of all real numbers. ഒന്നും ഒഴിവാക്കാനില്ല. അപ്പൊ നമ്മൾ ഇന്റർവെൽ ആയിട്ട് ഇത് വെച്ചാൽ x such that x belongs to R എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഇതാണ് അതിന്റെ വേണ്ടത്. അപ്പൊ ഈ സെക്ഷനിൽ ആകെ 5 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഇതൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് അഡീഷണൽ പ്രോബ്ലംസ് ചെയ്യണം. അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഇവിടെ 4 ഉണ്ട്. ഓരോന്ന് നോക്കുക. നമ്മൾ ചെയ്ത അതേ മോഡൽ തന്നെ കുറച്ചുണ്ട്. അതിനുശേഷം 5 തൊട്ടുള്ളത് അടുത്ത പേജിലുണ്ട്.
അങ്ങനെ 10 അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.